ബിഹൈൻഡ് സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2025 ടോപ്പ് 10 ലിസ്റ്റിലെ 6 വരെയുള്ള ലിസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത പാർട്ട് 2 വീഡിയോ എല്ലാവർക്കും സ്വാഗതം. 5 മുതൽ 1 വരെയുള്ള സിനിമകളാണ് ഇനി പറയുന്നത്. ടോപ്പ് 5 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലെല്ലാവരും സിനിമകൾ പറയാൻ പോകും. നമ്പർ 5 എന്ന് പറയുമ്പോൾ എന്റെ നമ്പർ 5 ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി നമ്പർ 5 എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ചാക്കോ എന്നുള്ള നടന്റെ ആക്ടർ എന്നുള്ള ലെവലിൽ, അതായത് ഞാൻ ഒരിക്കലും ആ സിനിമയിൽ കുഞ്ചാക്കോ എന്ന് പറഞ്ഞ ഒരാളെ കാണാനേ പറ്റില്ല എന്നിപ്പോ നമ്മളെ നാഥൻ കേസോടിന്റെ കാര്യം പോലെ ഇത് ഭയങ്കരമായിരുന്നു. ആ ഫസ്റ്റ് സീനിൽ അയാൾ ആ ജീപ്പിന്ന് വന്ന് ഇറങ്ങിയിട്ട് ആ സ്ത്രീയെ ഒരു തൊഴിക്കണ ആ സീനിൽ തന്നെ ഞാൻ കിടുങ്ങിപ്പോയി ശരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അയാള് അത്ര എക്സ്ട്രീം ലെവൽ വയലന്റ് ആയിട്ടുള്ള. അതിനുശേഷം അയാളുടെ മേലുദ്യോഗസ്ഥനെ വിളിക്കുമ്പോ മേലുദ്യോഗസ്ഥനെ അല്ല എന്നാ നീ ഇവിടെ വന്നിരുന്ന സാധനം ഉണ്ട്. അയ്യോ അത് എന്താ വെച്ച് കഴിഞ്ഞാല് അയാളങ്ങോട്ട് തകർക്കുക. അയാൾ ഇമോഷണലി ആകുമ്പോ അയാൾക്ക് അയാളുടെ സങ്കടം കാണിക്കാൻ പറ്റുന്ന അവസ്ഥ വരും. അയാളുടെ മകളുടെ ന്യൂഡ് വീഡിയോ കാണുന്നു, മകൾ ആത്മഹത്യ ചെയ്യണു. ആ സിറ്റുവേഷൻ ചെറിയ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് വൈഫിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഡിവേഴ്സിന്റെ അറ്റത്തെത്തണു. അത് ഭയങ്കര രസമായിട്ട് അയാൾ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ജിത്തു അഷ്റഫ് എന്ന് പറഞ്ഞ ഡയറക്ടർ അയാൾ അതിപ്പോ ആ ഫസ്റ്റ് സീനിൽ തൂങ്ങി മരിക്കണ ആളെ. ഇപ്പൊ അയാളിപ്പോ ഷാഹി കപൂറിന്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഇരട്ടയിലൊക്കെ ഉണ്ട്. പിന്നെ അതിനു മുമ്പ് നമ്മള് ഇലവീഴ പൂഞ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരനാണ്. അപ്പൊ ഭയങ്കര ഒരു ചായ ഉണ്ട്. അതെ, നായാട്ടിലുണ്ടല്ലോ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമ തന്നൊരു ഇമ്പാക്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സോഷ്യലി അത്ര അല്ല. വിശാഖ് നായർ പെർഫോമൻസ്, അതായത് വിശാഖിനെ നമ്മൾ എങ്ങനെ കണ്ടിരിക്കുന്നത്, ആനന്ദത്തിൽ നിന്ന് കണ്ട അത് ഭയങ്കരമായിരുന്നു ആ സംഗതി. അപ്പൊ നമ്പർ 5 ആണ് എന്റെ നമ്പർ 5 രേഖാചിത്രം. ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി വെച്ചിട്ട് ഇത്രയും നല്ല രസമായിട്ട് സിനിമ എടുക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല. ആ സിനിമ നടക്കുന്ന സമയത്ത് എന്ത് ടൈപ്പ് ഓഫ് സിനിമയെന്ന് അറിയില്ല. അപ്പോഴാണ് കാതോരത്തിന്റെ സെറ്റിൽ നടന്നൊരു ഇഷ്യൂ വെച്ചിട്ടുള്ള ഒരു സിനിമയെന്ന് അറിഞ്ഞത്. പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് ഏകദേശം ഓക്കെ എന്തുകൊണ്ട് മമ്മൂക്ക പടത്തിലുണ്ട് എന്നുള്ളത് പോലത്തെ ഒരു സാധനം കേട്ടു. അത് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. മമ്മൂക്ക അതിലുള്ളതിന്റെ ഒരു ഇമ്പാക്ട് ആ സിനിമക്ക് അത്രയും, ആ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ മമ്മൂക്ക പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ സിനിമ ഭയങ്കര എന്താ പറയുക ഇമോഷണലി കണക്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ അത്ര എന്താ പറയാ ഒരു സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുന്ന സിനിമ അല്ലല്ലോ, ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആയിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സിനിമ. നല്ലൊരു സിനിമ. എന്റെ നമ്പർ 5 കളങ്കാവലാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ഇയർ ആക്ടറിനെ ഒരു 4th ടയറോ 5th ടയറോ ഒരു ആക്ടർ വന്നിട്ട് അറഞ്ചം പറഞ്ഞ് തല്ലി പോണ സംഭവം കണ്ടിട്ട് നമ്മള് അത് ഇപ്പൊ നമ്മുടെ ഈവൻ രജനീകാന്ത് ആണെങ്കിലും ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞു 50 വർഷം തികച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 50 വർഷം തികച്ചിട്ട് ഇപ്പോഴും ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ ഇദ്ദേഹം ഉള്ളൂ. കാരണം ബ്രഹ്മയുഗ ആണെങ്കിലും റോഷാക്ക് ആണെങ്കിലും നൻപകലാണെങ്കിലും ഇത് ഇദ്ദേഹം അല്ലാണ്ട് ഒരാൾ ചെയ്യല്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫസ്റ്റ് ഇയർ ആക്ടറിനെ നമുക്ക് ഇവിടെ ആണെങ്കിലും വേറെ ഇൻഡസ്ട്രിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് വിജയ് പറഞ്ഞ മാതിരി NSR നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കളങ്കാവിലെ 100 CR കയറിയില്ലെന്ന് പറഞ്ഞിട്ട് പലരും ട്രോളും കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ അതിന് ഞാൻ ഈ സിനിമ 100 കോടി സിനിമ ആയിട്ടൊന്നും മനസ്സിൽ വിചാരിച്ചിട്ട് പോലുള്ള സംഗതി. അതായത് ഇതിന് കളക്ഷൻ വരുന്നത് ഒരു ബോണസ് ആയിട്ട് ഈ സിനിമക്ക് ടർബോയേക്കാൾ കളക്ഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. കാരണം ഒരു കമേഴ്ഷ്യൽ സിനിമയെക്കാട്ടും കളക്ഷൻ കയറി ഒരു ഓഫ് ബീറ്റ് പടം വെച്ചിട്ട് ഇത് ഒരിക്കലും ഇങ്ങനത്തെ പടങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ അയാൾ ലീഗൽ ആളല്ല. മൂപ്പരനെ ഒരിക്കലും ഒരു കളക്ഷന്റെ ബേസിസിൽ നമ്മളൊന്നും പറയരുത് സത്യത്തില്. നമ്പർ 4 എന്റെ നമ്പർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണ് എന്റെ നമ്പർ 4 പൊന്മാൻ. എനിക്ക് തോന്നുന്നത് ബേസിൽ ഇന്നേ വരെ ചെയ്ത സിനിമകളിൽ അല്ലെങ്കിൽ ബേസിൽ ഇന്നേ വരെ ചെയ്യാത്തൊരു ക്യാരക്ടർ ഉൾപ്പെടായിട്ടുള്ള ഈ അജീഷ് ബിബി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് എത്ര പ്രിയപ്പെട്ടതായിരുന്നു. അത് സിനിമ തിയേറ്ററിൽ നിന്ന് കാണാത്ത എത്ര ആൾക്കാർ OTT കണ്ടതിന് ശേഷം അത് തിയേറ്ററിൽ നിന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു എന്നൊക്കെ അറിയാം. ആ സിനിമ ഭയങ്കരമായിരുന്നു. അതായത് ഇങ്ങനെ ആയിരിക്കണം
ഒരു ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ്. അതായത് എനിക്ക് തോന്നണ GR ഇന്ദുഗോപന്റെ ഇത്രയും നന്നായിട്ടൊരു സിനിമ, അതായത് അയാളെ ഒരു നോവൽ സിനിമ ആക്കിയപ്പോ ഇത്ര അടിപൊളിയായിട്ടൊരു സിനിമ വരിക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം മിക്സഡ് ആയിരുന്നു. ഈ വർഷം ഇറങ്ങിയ വിലായത്ത് ഉൾപ്പെടെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഇപ്പൊ ബേസിലിന്റെ ക്യാരക്ടർ, അതായത് നമ്മളിപ്പോ പറയുന്ന കാര്യമില്ല, ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. ഇപ്പൊ സജിൻ ഗോപു മുതൽ എല്ലാവരും ഷോൾഡർ ചെയ്യണം ഇയാളാണ്. അതായത് അയാളുടെ ഡയലോഗ്സ്, അയാളുടെ സിറ്റുവേഷൻസ് ഒക്കെ പറയുമ്പോ അതായത് അയാളുടെ വീട് കാണിക്കുന്ന സീനൊക്കെ, അയാളുടെ അമ്മേനെ കാണിക്കുന്ന സീനൊക്കെ കാണുമ്പോ നമുക്ക് ആ ക്യാരക്ടർ എന്താ വെച്ചാൽ ആണ് എന്ന് പറഞ്ഞ, അതായത് കരയുന്ന, എല്ലാ കഷ്ടപ്പാടുള്ള, ഒരാളെ ഒറ്റക്കടിച്ച് ജയിക്കാൻ വയ്ക്കാത്ത, എന്നാ മനസാന്നിധ്യം കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരാളുണ്ടല്ലോ. അയാൾക്കത് ചെയ്തേ പറ്റുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന എത്ര വലിയ ആളായാലും അയാൾക്ക് ആ സ്വർണം കിട്ടിയേ പറ്റുള്ളൂ. അത് ഒരു മാച്ചോ മാൻ അല്ല അയാൾ, ഒരു സാധാരണ മനുഷ്യന്. പക്ഷെ അയാളുടെ സിറ്റുവേഷൻസ് അയാൾ അങ്ങോട്ട് ഇറങ്ങി. സച്ചിൻ ഗോപുരോട് പറഞ്ഞ ഡയലോഗ് അല്ല, മറ്റേ നമ്മളെ ലിജോ മോളുടെ വെറുതെ അഭിനയിച്ചുള്ള ഡയലോഗ് ഉണ്ടല്ലോ, ആ സ്വർണ്ണം എന്റെ ചോറാണ്, ആ ചോറ് നീയൊക്കെ പടം മണ്ണ് വാരിട്ടത്, ആ മണ്ണ് പറ്റിയ ചോറ് തിന്നിട്ടാണ് ശരി, ഞാൻ എന്റെ സ്വർണം കൊണ്ട് വരുന്നാണല്ലോ പറയുക. ഒരുപാട് ഡയലോഗ്സ് നമ്മൾ അതെ 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 അതേമാതിരി സജിനോട് പറയണത്, ഞാൻ മരിച്ച് എന്നെ കുഴിച്ചിട്ട് അതിന്റെ മുകളില് വെച്ചിട്ട് അത് പൊടിച്ചു ഉറപ്പ് വരുത്തിയിട്ട് പോകാൻ പാടുള്ളൂ. നമ്മൾ ഈ സിനിമ കണ്ടതിന് ശേഷം ഇപ്പൊ എന്റെ നമ്പർ 4 പൊന്മാൻ ഇത്രക്ക് അടിപൊളിയായിട്ടൊരു മീഗോ നമ്മൾ കണ്ടിട്ടില്ല ഈ വർഷം. അതായത് ഞാനൊക്കെ സിനിമ കാണുമ്പോ നമ്മളെ തരിപ്പിക്കാൻ പറയില്ല, നമ്മളിങ്ങനെ ഇരുന്നിട്ട് അടി പറഞ്ഞിട്ടുള്ളത്. എനിക്ക് സജിൻ ഗോപിന്റെ കാര്യം പറയുമ്പോ അയാള് ഒരു കംപ്ലീറ്റ് ആക്ടറാണ്. കാരണം അയാൾ കോമഡിയും ഹീറോ മെറ്റീരിയലും ആണ്, അതുപോലെ തന്നെ അയാൾ പക്ക വില്ലനാണ്. എനിക്കൊരു കലാഭമണി വരെ മനസ്സിലായത് അങ്ങേര് ഈ ബേസിലിനെ കുത്തണ സാധനമുണ്ട്, അതിലാണ് അവിടുന്നാണ് നമ്മൾ അത്രയും സജിൻ ഗോപുവിന്റെ റേഞ്ച് മാറിയത് അവിടുന്ന്. ആ സിനിമ അത്ര സീരിയസ് ആവുന്ന എനിക്ക് എന്താ പറയാ, ചളി കടന്നിട്ടുള്ള ഫൈറ്റ് കാണുമ്പോ പണ്ടത്തെ ഈ പുഴയും കടന്നൊക്കെയാണ് മനസ്സിലാ. ദിലീപും മേഘനാഥനും കൂടിയിട്ടുള്ള ഇതൊക്കെ ഓർമ്മ വന്നിട്ട്. കാരണം അയാളൊന്നും തല്ലി ജയിക്കാൻ പറ്റില്ലല്ലോ ഇയാൾക്ക്. ഒരുപാട് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ബോയ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പടമായിരിക്കും അത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോ നമ്പർ 3 പറയാം. നമ്പർ 3 എന്റെ നമ്പർ 3 തുടരും. തുടരും എന്ന് പറഞ്ഞാൽ അതിനെ പറ്റി പറയുള്ളൂ, ഒറ്റയാൻ വീണ്ടും കാട് കയറി എന്നുള്ളതാണ് അതിന്റെ ടാഗ് ലൈൻ. കറക്റ്റ് ആണ്. അതായത് ആക്ച്വലി ആ സിനിമയെ പറ്റി ആൾക്കാർക്ക് ഒന്നും അറിയണ്ടായിരുന്നു, അതൊരു ഫാമിലി സിനിമ എന്നുള്ളതായിരുന്നു. ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ആ സിനിമയുടെ ഈ നെയിം, അതായത് ആ ഇത് എഴുതി വിടുന്നതിന്റെ മുകളില് ഒരു ബാൻഡേജ് ഒട്ടിയിട്ട് ഒരു ലെറ്റർ അടുത്ത ലെറ്ററിലേക്ക് പോയത് മാത്രമായിരുന്നു. സ്റ്റിച്ച് ചെയ്ത മാതിരി. മോഹൻലാൽ ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് ദിസ് ഇസ് എ ദൃശ്യം കൈൻഡ് ഓഫ് ഫിലിം എന്ന് പറഞ്ഞതാണ്. ഇത് എന്ത് സിനിമയാണ് നമ്മള്, പക്ഷെ തിയേറ്ററിൽ പോയി കണ്ട സാധനം എനിക്കത് ഫസ്റ്റ് ടൈം കണ്ടവർക്കാണ് സർപ്രൈസ്. അതായത് പണ്ട് ദൃശ്യം കണ്ട ഒരു ഓർമ്മ എനിക്ക് പെട്ടെന്ന് എക്സ്ട്രോർഡിനറി റിപ്പോർട്ട് വന്ന സിനിമ. അതെ അതെ. പിന്നെ കുറെ കാലത്തിന് ശേഷം ഫാമിലീസ് അത്ര ഇടിച്ചു കയറി. പിന്നെ സ്ലീപ്പർ സെൽസ് അതെ. പിന്നെ പോരാത്തന്നെ മോഹൻലാല് മുണ്ട് മടക്കി പോലീസ് സ്റ്റേഷൻ പറഞ്ഞാൽ തന്നെ ആ ഫൈറ്റ് സീന് വരുന്നതും ഒപ്പം സിനിമയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ആ സംഗതി. പിന്നെ പ്രകാശ് വർമ്മ ഓഫ്കോഴ്സ് പറയാതിരിക്കാൻ വയ്യ, അത്ര അടിപൊളി ഒരു പെർഫോമൻസ്. അതായത് ബെസ്റ്റ് ഡെബ്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം അങ്ങനെ കട്ടക്കി നിന്നതാണ് മോഹൻലാലിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് അത്ര ഇത് വന്നു. അപ്പൊ എന്റെ ഈ പ്രാവശ്യത്തെ 3rd തുടരുവാണ്. എന്റെ 3rd എക്കോ ആണ്. എക്കോ നമ്മള് രഞ്ജിത്തിന്റെ ആണെങ്കിലും ബാഹുലിന്റെ ആണെങ്കിലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ മേക്കിങ്ങില് ഭയങ്കര ഡിഫറെന്റ് വന്നൊരു മൂവിയാണ്. അതായത് അവര് എന്താ പറയാ, അടുത്ത സിനിമ എന്ന് പറയുമ്പോൾ നമ്മളൊരു വലിയ സ്റ്റാറോ അങ്ങനെയൊക്കെ വിചാരിച്ചു കൊടുത്ത്, ഇത് പടം വരുന്നതിന് മുന്നേ സന്ദീപാണ് പടത്തില്. ഓക്കെ, സന്ദീപിന്റെ ലെവല് മാറാൻ പോവാണ്. പിന്നെ നോക്കുന്ന സമയത്ത് വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ല, ഒക്കെ എല്ലാവരും നോർമൽ ആയിട്ടുള്ള കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ. സിനിമ വരുന്നു, സിനിമ കാണാൻ പോകുന്നു, സിനിമ കണ്ടിട്ട് സത്യം പറഞ്ഞ അന്തമിട്ടൊരു സിനിമയാണ്. എനിക്ക് എക്സ്പെഷ്യലി നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ ടെറൈനാണ് ഫസ്റ്റ് അന്തം വിട്ടത്. അതുപോലെ തന്നെ മ്യൂസിക്കും മേക്കിംഗ് ആണെങ്കിലും എസ്പെഷ്യലി പ്ലോട്ട്. ഇങ്ങനൊരു പ്ലോട്ടിൽ അയാൾ ചിന്തിച്ചെടുത്തതാണ് എനിക്ക് ആ സിനിമയോടുള്ള ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ എല്ലാവരുടെയും പെർഫോമൻസ്. അതെ, എന്റെയും നമ്പർ 3 എക്കോ തന്നെയാണ്. നമ്മളെ ബാഹുൽ രമേശിന്റെ ആനിമൽ ട്രോളജിയിലെ ലാസ്റ്റ് ഫിലിം.
അതില് ഭയങ്കര രസമായിട്ട് തന്നെ ഒരു രാഷ്ട്രീയവും ഭയങ്കരമായിട്ട് തന്നെ അത് നായ്ക്കള് ഇപ്പൊ ആ സിനിമയുടെ ഇന്റർവ്യൂ കണ്ട സമയത്ത് ഇതെല്ലാം ഒറിജിനലാണ് CG അല്ലെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ അയ്യോ ഞെട്ടിപ്പോ. ഇവനകത്ത് സിനിമയുടെ ഓഡിയോഗ്രാഫി എടുത്ത് പറയേണ്ടത്, കാരണം അത്രയും ഭീകരമായിട്ടാണ് ആ സിനിമയില് മ്യൂസിക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എന്താ പറയാ, മുജീബിന്റെ മ്യൂസിക് ആണെങ്കിൽ ശരി, സന്ദീപിനെ വേറെ ലെവലിലേക്ക് എത്തിച്ചൊരു പടം തന്നെയാണ്, ഭീകര സിനിമ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്പർ 2 നെക്സ്റ്റ് പറയാം. നമ്പർ 2 എന്ന് പറയുമ്പോൾ എൻ്റെ നമ്പർ 2 ലോകയാണ്. കാരണം ഈ വർഷത്തെ ഇൻഡസ്ട്രി ഹിറ്റ്, ഏറ്റവും കളക്ട് ചെയ്ത സിനിമ എന്നുള്ളതിൽ നിന്നൊക്കെ കടന്ന് ഇങ്ങനൊരു സാധനം മലയാള സിനിമയിൽ മുമ്പ് കണ്ടിട്ടില്ല. പിന്നെ നമ്മളെ ഫോക്ലോർ നമ്മൾ മുമ്പ് കേട്ട് പരിചയിച്ച നമ്മളെ പഴയ കുറെ മിത്തുകൾ കാര്യങ്ങളൊക്കെ, നമ്മൾ മിത്തുകളാന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും എന്ന് പറഞ്ഞ ഒരു ഡയലോഗിന്റെ ഉള്ള മാതിരി ആ സിനിമയുടെ എഴുത്ത് വിടുന്നത് മുതൽ അതിന്റെ പ്ലോട്ട് വൈസ് കാണിച്ച ഒരു സംഗതി, അതിന്റെ റൈറ്റിങ്, പിന്നെ നസ്ലന്റെ ഒരു തിരിച്ചുവരവ്, പിന്നെ നമ്മളെ ടോവിനോന്റെ ആയാലും ദുൽഖറിന്റെ ആയാലും അതിന്റെ ക്യാമിയോസ്, ആ സിനിമയുടെ ഫുൾ ലെങ്ത്, അതേമാതിരി പറയേണ്ട സാൻഡി മാസ്റ്റർ ക്യാരക്ടർ, ഉഗ്രൻ ക്യാരക്ടർ, കല്യാണി സിനിമയുടെ ഫുൾ ഇത് കിടക്കുന്ന കല്യാണിന്റെ അടുത്താണ്. അപ്പോൾ ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് കിട്ടിയ ഏറ്റവും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആ സംഗതിയായിരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. എന്റെ നമ്പർ 2 തുടരും. ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ മേലൊന്നും പറയാനില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കെന്താ പറയാ, ലാലേട്ടന്റെ പെർഫോമൻസ്. ലാലേട്ടന് കഴിഞ്ഞ വർഷം നമ്മൾ നോക്കി വെച്ചാൽ 2024 ആണെങ്കിലും അതിന് തൊട്ട് മുന്നത്തൊക്കെ ആണെങ്കിലും ലാലേട്ടന് ഒരുപാട് മോശം സിനിമകൾ ഉണ്ടായിരുന്നു. 23 നേരുണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം എന്നാലും മോശം. പിന്നെ ക്രിട്ടിക്കലി ആണെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ് ഒരുപാട് കാലത്തിന് ശേഷം എടുത്തു പറയുന്നത് എനിക്ക് തോന്നുന്നത് തുടരും. കാരണം എമ്പുരാന്റെ ഒരു നെഗ് വന്നത് ഭയങ്കര ഇതായിരുന്നു, കാരണം ആ സിനിമ അത്ര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൽ പെർഫോമൻസുകൾ എടുത്ത് പറയുമ്പോ നമുക്ക് ഇപ്പോ ലാലേട്ടൻ മകനെ അന്വേഷിച്ചിട്ട് പോകുന്ന ഒരു സീനുണ്ട്, ആ മഴയത്ത് നിൽക്കുന്ന ഒരു സീൻ, അന്നേരം ജയിച്ച് കൊടുക്കുന്ന മ്യൂസിക്കും അങ്ങനെ എടുത്തു പറയാനും അല്ലെങ്കിൽ നമുക്ക് ക്ലാപ്പിംഗ് മൊമെന്റ് ഒരുപാടുള്ള സിനിമയാണ്. പക്ഷെ ഒരു സൈഡ് നോക്കുമ്പോൾ ഭയങ്കര ഇമോഷണലി എന്താ പറയാ, അത്രയ്ക്ക് ഇമോഷണൽ ആയിട്ടുള്ള സിനിമയാണ്. ആ സിനിമ കണ്ട് ഇറങ്ങി പോരുന്ന ഷോട്ടിലൊക്കെ നമ്മൾ കണ്ണു നിറഞ്ഞിട്ട് ഇറങ്ങി സിനിമയാണ്. കാരണം ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരു 2 മിനിറ്റ് ഞാൻ തിയേറ്ററിന്റെ പുറത്ത് നിന്നിരുന്നു. കാരണം അതുപോലെ തന്നെ ഒരു ഇമോഷണലി നമുക്ക് കുറച്ചൊരു കണ്ണ് നിറഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു. ഞാന് ആ സിനിമ കണ്ടിറങ്ങി വരുമ്പോ ആ തുടരുന്ന മലയാളത്തിന്റെ തുടരും എന്നുള്ള എഴുത്ത് വിടുന്ന, ഞാൻ സിനിമ തിയേറ്ററിൽ പോയ ഈ ഫസ്റ്റ് വരുന്ന ടൈറ്റിൽ ഫോട്ടോ എടുക്കാറില്ല. ഞാൻ അന്ന് ലാസ്റ്റ് ആ തുടരുന്ന എഴുതി വിട്ട് ഫോട്ടോ എടുത്തു. എന്നിട്ട് വന്നിട്ട് സ്റ്റാറ്റസിന്റെ മുകളില് മോഹൻലാൽ തുടരും എന്നുള്ളത് സ്റ്റാറ്റസ് ആക്കിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് അത് തോന്നിയത്. ഞാന് അതെ കുറച്ചു നേരം കണ്ണിന്ന് വെള്ളമൊക്കെ വന്നിട്ട് പാർക്കിങ്ങിൽ പോയിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു. കാരണം അതൊരു ലാലേട്ടൻ ഫാൻ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫിലിം ആയിരുന്നു അത്. പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് പറയാൻ പോലും നമുക്കത് എന്താ പറയാ വേണമെന്ന് വെച്ച സിനിമയിലേക്ക് പോലത്തെ ഒരു ഫീൽ ഇല്ലാണ്ട, ആ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അതാണ് തരുമൂർത്തി എടുത്തു വെച്ചിട്ടുള്ളത്. പക്ഷെ ഒരു ഫാൻ ബൈ പടം അത് എല്ലാ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പക്ക കമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് നോക്കും. അതെ, എന്റെ നമ്പർ 2 പടക്കളാണ്. കാരണം ഈ വർഷം അത്രമേൽ ചിരിച്ച് എൻജോയ് ചെയ്ത് കണ്ടൊരു ഫിലിം ആയിരുന്നത്. ഭയങ്കരമായിട്ട് ഇപ്പൊ സുരാജിന്റെ കാര്യം പറയാം, സുരാജ്, ഷർഫു, അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട്, അത് സത്യം പറഞ്ഞാൽ അത്ര വലിയ എക്സ്പെക്ടേഷൻ ഉള്ള ഫിലിം ആയിരുന്നല്ലോ കേട്ടോ. നമ്മളെ ട്രെയിലർ കണ്ടപ്പോ എന്തോ ഉണ്ട് എന്നുള്ള സംഭവം മനസ്സിലാക്കിയിട്ട് നമ്മളത് കാണാൻ പോയത്. പക്ഷെ ബോഡി സ്വാപ്പ് ഒക്കെ കണ്ടാക്കുമ്പോ അറിയില്ലായിരുന്നു ഇതൊരു ഗെയിം ആണെന്നുള്ള കാര്യം അറിയണ്ടായിരുന്നുള്ളൂ. ഈ ഗെയിമില് അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അറിയായിരുന്നു. പക്ഷെ അതായത് ട്രെയിലർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബോഡി സ്വാപ്പ് സത്യം പറഞ്ഞ മലയാളത്തിൽ അങ്ങനെ അധികം വന്നിട്ടില്ല തോന്നുന്നു കേട്ടോ. അത് ഭയങ്കര രസമായിട്ട് അത്രയും ഫണ്ണായിട്ട് ബോഡി സ്വാപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഇങ്ങനത്തെ മറ്റേ ഇതിഹാസത്തിലൊക്കെ വന്നിട്ടുണ്ട്, അധികം വന്നിട്ടില്ല. അല്ല, എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സന്ദീപ് ഷറഫ് ആയിട്ട് വന്ന മുതല് അയാൾക്കൊരു ഓവറുണ്ട്. ഞാൻ ഈ വർഷം ക്ലാസ് എടുക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇതൊന്ന് കാണുന്ന പറഞ്ഞിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുന്ന പറഞ്ഞ സജസ്റ്റ് ചെയ്ത സിനിമ പൊന്മാനാണ് ആക്ച്വലി. സോറി, ഇത് പടക്കളാണ് ആക്ച്വലി. നമ്പർ 1 എന്റെ നമ്പർ 1 ഈ വർഷം കണ്ടതില് 2025 നമ്പർ 1 എന്ന് പറയുമ്പോ എനിക്ക് കണ്ട എക്സ്പീരിയൻസ് വൈസ് ഞാൻ പറയുമ്പോ എക്കോ ഇത്രയും ലെയർ വൈസ് ഇരുന്ന് ആലോചിച്ച് കണ്ട് അതിശയിച്ചൊരു സിനിമ ഈ വർഷം ഉണ്ടായിട്ടില്ല. അതെ, എന്താണ് നടന്നിക്കണെന്ന് ആലോചിക്കുമ്പോഴത്തെ ഒരു സംഗതി, അത് സന്ദീപിന്റെ, അതായത് സന്ദീപ് നെക്സ്റ്റ് ഫിലിം കിഷ്കിന്ദാന്തൻ ടീമിന്റെ ഒപ്പമാണ് പറഞ്ഞു നോക്കുമ്പോ എന്താ ചെയ്യാൻ പോണെന്നുള്ള സംഗതി
അതേമാതിരി വിനീത് നരേൻ തുടങ്ങിയിട്ട് അതില് മാത്തിച്ചേടത്തായിട്ട് അഭിനയിച്ച അവരുടെ ഉൾപ്പെടെ പെർഫോമൻസ്, അവർ രണ്ടും പിന്നെ ഈ കുര്യച്ചനായിട്ട് വന്ന ആളുടെ സച്ചിദേവയുടെ പെർഫോമൻസ് ഉൾപ്പെടെ ആ സിനിമയുടെ ഒരു കോത്തീം ഭയങ്കരമാണ്. ആ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ബുധനാഴ്ച വരുന്നുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. എന്താ പറയാ, ഭാഷകൾ അതിലൊന്നും ഇല്ലാത്ത വലിയൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കണത്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാതെ അങ്ങനത്തെ ഒരു സിനിമയാണ് അത്. ആ സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ് റിവീൽ സീനിൽ തിയേറ്ററിൽ ഞങ്ങൾ ക്ലാപ്പ് ചെയ്തു. പക്ഷെ കുറെ ആൾക്കാർക്ക് മനസ്സിലായില്ല. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വന്നപ്പോൾ ഓരോരുത്തര് ഓ അപ്പൊ ഞാൻ ഇവർക്ക് ഇപ്പോഴാണ് മനസ്സിലാവണത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആ സിനിമ കണ്ടതിന് ശേഷം പലർക്കും ഇതാണ് സസ്പെൻസ്, അപ്പൊ ഇതാണോ, അപ്പൊ അതൊരു സാധനം ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞ ആ സസ്പെൻസ് റിവ്യൂല് സത്യം പറഞ്ഞ കിഷ്കിന്ധര മുകളിൽ ഒരു സംഭവം സത്യത്തില്. എനിക്ക് തോന്നുന്നു ബാഹുല് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു സിനിമ ചെയ്തു വെച്ചു, അത് അവിടെ തന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പുള്ളി എന്താ പറയാ, നമ്മള് വീട്ടില് പോയിരുന്നിട്ടും ഡിസ്കസ് ചെയ്തിട്ടും നമ്മളതൊരു ഒരാഴ്ച സിനിമ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പൊ നോക്കിക്കോട്ടോ, സകലമാന യൂട്യൂബ് ചാനലിലും ഹിഡൻ ഡീറ്റെയിൽസും ലെയറും ഒക്കെ ഒരു ഉറപ്പാണുള്ളത്. എന്റെ നമ്പർ 1 ലോക പറഞ്ഞ പോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ഹിറ്റ്. നമ്മൾ ഇപ്രാവശ്യം ഓണത്തിന് ലിസ്റ്റൊക്കെ റെഡി ആക്കി വെച്ചു. അങ്ങനെ എന്താ പറയാ, ഫസ്റ്റ് പോയി കണ്ട സിനിമയാണ്. ഇത്രയ്ക്കും മേലെ പോകുന്ന സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മളെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലോട്ടുകളൊക്കെ ഇഷ്ടമാണ്. ഇതിലാ കള്ളിയങ്കാട്ട് നീലി കണക്ഷനാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചത്. ഇങ്ങനൊരു സാധനം ആലോചിക്കോ അറിയില്ല കേട്ടോ സത്യമായിട്ട്. ആ സാധനത്തിന് അതും പിന്നെ കത്തനാർ കണക്ഷൻ കൊണ്ടൊന്നുമല്ല, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് ബാക്ക് സീൻസിന് ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മളിപ്പോ ആ കുട്ടിയുടെ പെർഫോമൻസ് ആ ഭാഗം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ആ ഭാഗം എന്താ പറയാ, ഒരു സീൻസ് അങ്ങോട്ടും കൂടി കട്ട് ചെയ്തിട്ടും അത് ചമ്മൻ ഗംഭീരമായിട്ട് ചെയ്തായിരുന്നു. അത് വളരെ ഗംഭീര സിനിമ തന്നെയായിരുന്നു. എന്റെ നമ്പർ 1 ചിലപ്പോൾ പലർക്കും ഒരു പ്രശ്നമാകാൻ സാധ്യതയുള്ള ഫിലിമാണ്. എനിക്ക് ഇക്കൊല്ലം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഹൃദയപൂർവ്വമായിരുന്നു. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് സോനു ടീപ്പയുടെ സ്ക്രിപ്റ്റില് നമ്മുടെ അഖിൽ സത്യന്റെ സ്ക്രിപ്റ്റിൽ വന്ന സിനിമയായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട ലാലേട്ടൻ, അതുപോലെ തന്നെ സംഗീത് കോംബോ, അതുപോലെ തന്നെ ജസ്റ്റിന്റെ മ്യൂസിക്, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫിലിമായിരുന്നു. ഈ വർഷത്തിൽ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലിമായിട്ടൊക്കെ തോന്നിയിട്ടുള്ളത് ഹൃദയപൂർവ്വമായിരുന്നു. ഇമോഷണലി ആണെങ്കിലും ഭയങ്കര മ്യൂസിക് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഓണത്തിന് വളരെ മൈൻഡ് റിലാക്സ് ആയിട്ട് പോയി കണ്ട സിനിമ. നമ്മളന്ന് പറഞ്ഞ പോലെ തന്നെ ലോകയുടെ കൂടെ കട്ടക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ അത് ലാലേട്ടൻ പണമായോണ്ടാണ്. അതിൽ വേറൊരു ലീഡ് ആക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇത്രക്കും കളക്ട് മ്യൂസിക് എടുത്ത് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ കാസ്റ്റ് നമുക്ക് സത്യനന്ദിക്കാട് ഫിലിംസിൽ കാണാൻ പറ്റുന്ന സിദ്ദിഖിനെ കണ്ടപ്പോ തന്നെ ക്യാരക്ടർ പുള്ളിക്ക് കേക്ക് വാക്കാണ്. അതുപോലെ തന്നെ എന്റെ അടുത്ത് മനുവേട്ട സിനിമ ആണെന്ന് പറഞ്ഞത് ആ ഗ്ലാസ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് പറഞ്ഞില്ല. അത് ലാലേട്ടൻ ഇങ്ങനെ വരുമ്പോ ചിരിയായിരുന്നു. അതുപോലെ തന്നെ ലാലേട്ടൻ സംഗീത് കോംബോ ഭീകരമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പരമാവധി ഒരുപാട് യൂട്യൂബേഴ്സ് സിനിമയിലുണ്ടായിരുന്നല്ലോ, അതും ഗംഭീരമായിരുന്നു. ഇമോഷണലി ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ ആ സിനിമയിലെ ആ പട്ടാളക്കാരന്റെ മുഖം കാണിക്കാണ്ടിരുന്നതൊക്കെ അത്ര ഇഷ്ടം. അത് റിവീൽ ചെയ്തിരുന്നെങ്കിൽ അത് ഇമ്പാക്ട് ഉണ്ടാവില്ല. അത് നമുക്ക് അത്രയും മനസ്സിൽ അത്രയും തങ്ങിയ ഈ വർഷം ഏറ്റവും കൂടുതൽ കേട്ട പാട്ട് വെൺമതി എന്നുള്ള സോങ്ങാണ്. ജുക്ക് ബോക്സ് പോയിക്കൊണ്ടിരിക്കുന്നത് റിംഗ് ടൂൺ അതന്നെയാണ്. അത്ര ഇഷ്ടപ്പെട്ടൊരു ഫിലിമായിരുന്നു ഇക്കൊല്ലത്ത്. ഈ വർഷത്തെ 10 സിനിമകൾ നമ്മൾ പറഞ്ഞു വെച്ചത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. സ്പെഷ്യൽ മെൻഷൻസ് ആയിട്ട് നമുക്ക് ഒരുപാട് സിനിമകൾ പറയാനുണ്ട്. ഇപ്പൊ വന്ന സർവമായ ഉൾപ്പെടെ. അതേമാതിരി എനിക്ക് ഒരുപാട് സ്പെഷ്യൽ മെൻഷൻസ് ഉണ്ട്. എല്ലാവർക്കും ഓരോ സ്പെഷ്യൽ മെൻഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അതും കൂടി പറഞ്ഞ് വീഡിയോ ലെങ്ത് കൂട്ടുണ്ടല്ലേ. ഓക്കെ.